ഭരതനാട്യം ഒരു തരത്തിൽ തീർന്നു. ഇനി ഈ വേദിയിലെങ്കിലും മത്സരം കൃത്യസമയത്ത് നടന്നാ മതിയായിരുന്നു. അയ്യോ, ഉച്ച കഴിഞ്ഞ് കഥകളി മത്സരമുള്ള ദൈവമേ, ഞാൻ ആ മാഷിനെ എവിടെ പോയി തപ്പിപ്പിടിക്കും? എടി, നീ ഈ വേദി പാടാനുള്ള പാട്ടും എടി അടി 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 നീ എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് പാടി. അവള് മനുഷ്യന് അമ്മ അമ്മ എന്താടി വിശക്കണമ്മ. ഓ എടി, വയറ് നിറഞ്ഞ സ്റ്റേജൊക്കെ തുള്ളാൻ പറ്റുമോ? അതല്ലേ ഈ നിമിഷം വരെ നിനക്ക് ഞാനൊന്നും തരാത്തത്. എന്നാ ഇത്തിരി വെള്ളമെങ്കിലും താമ എനിക്ക്. വെള്ളം കുടിച്ചാൽ മുള്ളാൻ മുട്ടും. 5ാമത്തെ നമ്പറാ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ നീ ലളിതഗാനം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. വേഗം ചെയ്തേ. അനുരാഗമാലിനി തീരത്തു നിൽക്കും ഒരു 100 പൂക്കളാണു നീ, ഒരു സ്നേഹ പൂന്തന്നെ. നീ ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ജഡ്ജ് സാർ ഒരു സ്നേഹ പൂന്തന്നെ, ദാമോദര മാഷുണ്ട്, സുശീല ടീച്ചറുണ്ട്. അയ്യോ, രാമോദര സാറില്ല. അയ്യോ, രാമോദര സാറില്ല. മൊബൈൽ ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങോട്ട് താ. ഹലോ, രാമോദര സാറല്ലേ? സാറേ, ഞാനാ കനകത്തിന്റെ അമ്മ. ഞങ്ങളിവിടെ ലളിതഗാനവേദിയുടെ പുറകെ നിൽപ്പുണ്ട്. സാറിതെവിടെയാ? എന്താ സാറേ ഇത്? സാർ ഇന്ന് ലളിതഗാനത്തിന്റെ ജഡ്ജാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ രാത്രി ഞാൻ 20,000 കൊണ്ടങ്ങ് തന്നത്. ദൈവമേ, ചതിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പാട്ടുപാടിയിലെ സമ്മാനങ്ങളില്ല. ജഡ്ജ് വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ചെസ് നമ്പർ വാങ്ങുക. മിമിക്രിയോ? നേരം വെളുത്തിട്ട് നീ ഇതുവരെ മിമിക്രി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അമ്മ എനിക്ക് വിശക്കണമ്മേ. എനിക്ക് അല്ലാതിലൊന്നും ആകണ്ടമ്മ. എനിക്ക് വിശപ്പിന്റെ കാര്യം മിണ്ടരുത്. അല്ലേലും എനിക്കറിയാം, നീ എന്റെ വയറ്റിൽ കിടന്നപ്പോ തൊട്ട് എന്റെ ആഗ്രഹം നിന്നെ ഒരു കലാതിലകാക്കണമെന്ന്. പ്രാക്ടീസ്. മാന്യസദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ട്രെയിൻ പോകുന്ന ശബ്ദമാണ്. അടുത്തത് ഒരു കാക്ക കരയുന്ന ശബ്ദം. അടുത്തത് ഒരു ആട് കരയുന്ന ശബ്ദം. എടീ, ഈനാമ്പേച്ചി കരയുന്ന പോലെയാണോ ആട് കരയുന്നത്?